ഹായ്, എസ്.എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു പങ്കാളിയിൽ നിന്ന് ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണർ ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. അതായത് നിങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ കാര്യങ്ങൾ? അതായത് നമ്മുടെ പങ്കാളിയിൽ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത കാര്യം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഇല്ലായ്മയാണ്. അതായത് ഇപ്പോൾ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ലവ് മാത്രം പോരാ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് അവരോട് കടുത്ത പ്രേമാണെന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അവരെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. അവരെയും അവരുടെ ഇഷ്ടങ്ങളെയും എല്ലാം അവരുടെ ജീവിതവും ഒക്കെ നമ്മൾ ബഹുമാനിച്ചിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതായത് നാലാൾ കൂടുന്നിടത്ത് നമ്മൾ സംസാരിക്കേണ്ട രീതി കുറച്ച് വ്യത്യസ്തമാണ്. ഇപ്പോൾ നിങ്ങളെ വീട്ടിലായിരിക്കുന്ന സമയത്ത് മേ ബി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമായിരിക്കാം. തമാശയ്ക്ക് പോലും വഴക്കുണ്ടാക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ പെരുമാറി കഴിയുമ്പോൾ കണ്ടു നിൽക്കുന്നവർ വിചാരിക്കുക നിങ്ങൾ തമാശയ്ക്ക് ചെയ്യുന്നു എന്നായിരിക്കില്ല. നിങ്ങൾ തമ്മിൽ എത്തിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും പബ്ലിക്കായിട്ട് അങ്ങനെ പെരുമാറാതിരിക്കുക. ഇനി ശരിക്കും ഉള്ളൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് തമാശയ്ക്ക് വഴക്കുണ്ടാക്കുക അടിയുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരെ ഹേർട്ട് ചെയ്ത് സംസാരിക്കരുത്. അത് അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ അവരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലോ ആരെങ്കിലും നിൽക്കുന്ന സമയത്ത് മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലോ ആൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരാം. പക്ഷെ നിങ്ങൾ അവരോട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് പറ്റില്ല. ആ സെയിം സംഭവം തിരിച്ച് നിങ്ങൾ നോക്കുക. അതായത് അവർ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടോ, പബ്ലിക്കായിട്ട് നിന്നിട്ട് കുറച്ച് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് നന്നായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. നന്നായിട്ടാണ് എപ്പോഴും റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റെസ്പെക്റ്റ് ഇല്ലാതെ അവരൊരു പെരുമാറ്റം കാണുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം കാണുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് അങ്ങോട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് സോൾവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും പല പാർട്ട്നേഴ്സിലും നമ്മൾ കാണാറുണ്ട്, ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഇവർ പിന്നീട് അത് പെട്ടെന്ന് അങ്ങോട്ട് വിടുക. ആ പ്രശ്നം പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ടാവില്ല, എന്നാൽ ആ ഒരു കാര്യം അവരപ്പം തന്നെ വിടുകയും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വഴക്കുണ്ടായിട്ടിരിക്കുകയാണ്, ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചിട്ടും ഒന്നുമില്ല, പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വഴക്കായപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാൾ പോയിട്ട് സംസാരിച്ചു, നമുക്കൊന്ന് ജസ്റ്റ് നടക്കാൻ പോയാലോ അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിച്ച് ഓക്കെ എന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ പോയി. അപ്പോൾ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് ആ പ്രശ്നം എന്താണെന്നുള്ളത് ക്ലിയർ ആക്കിയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ രണ്ടുപേരും അത് ചെയ്യണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ആ കാര്യം എടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകുമോ, പ്രശ്നമായി കഴിഞ്ഞാൽ സ്നേഹം കുറയോ എന്ന് പേടിച്ചിട്ട് രണ്ടുപേരും അത് എടുത്തിടുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ആ പ്രശ്നം അവിടെ നിങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു മെസ്സേജ് കണ്ടു എന്ന് വിചാരിക്കാം. മേ ബി നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ അത് കാണുമ്പോൾ അവർക്ക് മേ ബി അത് നെഗറ്റീവ് ആയിട്ടുണ്ടായിരിക്കും. അവരത് ചോദിച്ചപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു വഴക്കുണ്ടാവുക. അപ്പോൾ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ പറ്റുള്ളൂ. ഇല്ല, ഇത് ഇങ്ങനെ ഒരാളാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ഇന്ന ആളാണെന്നുള്ളത് നിങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളും അതിന് മുൻകൈ എടുക്കുന്നില്ല, അവരും അതേപോലെ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം ഓക്കെ ആവില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും അവരത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ അവർ വിടില്ല. അവരുടെ മനസ്സിൽ അതെ എന്നും നിൽക്കും എന്നുള്ളതാണ്. ആ ഒരു കാര്യം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലത് നിൽക്കും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അവരിതുമായി കണക്ട് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പറഞ്ഞ് സോൾവ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഏതൊരു ബന്ധവും നന്നായിട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. കുറേ നേരം സംസാരിക്കുക എന്നുള്ളതല്ല, സംസാരിക്കുന്നത് അതിൽ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഫേർട്ട് എടുക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. എന്തുകൊണ്ട് ആൾ എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ആൾ എൻ്റെ പാർട്ട്ണറാണ്,
അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്, ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹവുമാണെന്ന് കരുതിയിട്ട് മാക്സിമം ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കും. ഇവിടെ നിങ്ങൾ മാത്രമാണ് എഫേർട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന്, ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവില്ല. രണ്ട്, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും ആൾക്ക് എന്താണ് എന്നോട് താല്പര്യമില്ലാത്തത്, ഈ ബന്ധത്തോട് താല്പര്യമില്ലാത്തത് എന്താണെന്നുള്ളത്. സോ അങ്ങനെ ആകുമ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, അങ്ങനെ എന്തുകൊണ്ട് അവർ എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം, എഫേർട്ട് എടുക്കുന്നതും നോക്കുക. ആ ഒരു കാര്യവും നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്, അവർ ഒരു ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ, ഭയങ്കര അടയും ചക്കരയും പോലെയൊക്കെ ആയിരിക്കും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഇല്ലാത്തൊരു നിമിഷം പോലും എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പിറ്റേ ദിവസം കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് നമ്മുടെ വിഷമം പറയാൻ പോകുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ മൈൻഡ് ചെയ്തൊന്നും വരില്ല, പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് സ്നേഹം കൂടുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരിക്കും, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളായിരിക്കും നമ്മൾ. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു പേഴ്സണെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? നിങ്ങൾ തന്നെ ആലോചിക്കുക. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വരും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരുന്ന കാര്യം തന്നെയാണ് മൂഡ് സ്വിങ്സ്. ആ മൂഡ് സ്വിങ്സ് വരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഇത്തരത്തിൽ ഒരു ദിവസം സ്നേഹമായും പിറ്റേ ദിവസം ദേഷ്യമായിട്ടും കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ജെന്യുവൻ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കേണ്ടാവും അവരങ്ങനെ കാണിക്കുമ്പോൾ മൂഡ് സ്വിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ ഉള്ളതുകൊണ്ടായിരിക്കും എന്നൊക്കെ. വേറെ ടെൻഷൻ ഉണ്ടെങ്കിലും മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിലും നിങ്ങളത്തല്ലാതെ കാണിക്കേണ്ടത്. അത് നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ നോക്കുക. അതായത് അങ്ങനെ അവരിൽ ഒരു പെരുമാറ്റം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും ഇഷ്ടമുള്ള ഒരാളോട് അങ്ങനെയല്ല പെരുമാറുക. സോ അത് നിങ്ങളൊന്ന് നോക്കുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, നിങ്ങളെ നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ പേടിയെക്കുറിച്ച് പറഞ്ഞിട്ട്, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം മറ്റാരെങ്കിലും അറിയുമോ എന്നൊരു പേടി നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു കാര്യം നിങ്ങളുടെ പാർട്ട്ണർക്ക് അറിയുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും അവർ ചിലപ്പോൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവുക. ഞാൻ ഈ കാര്യം പറയട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ടല്ലോ, ആ രീതിയിൽ ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ വളച്ചൊടിച്ചിട്ട് നിങ്ങളുടെ തലയിലേക്ക് ഉണർന്നിടുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ആൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പറഞ്ഞ കാര്യത്തെ വേറെ രീതിയിലാക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം സ്വാർത്ഥതയുള്ള ആളായിരിക്കും, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല, അവർക്ക് അവരുടെ കാര്യം മാത്രമായിരിക്കും ഏറ്റവും വലുത്. അങ്ങനെ ആകുമ്പോൾ അവരവരുടെ കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും. അവരെയും വിശ്വസിക്കാതിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇത്രയും പെരുമാറ്റങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് അവോയ്ഡ് ചെയ്യരുത്. പിന്നീട് ശരിയാകും എന്നുള്ള ചിന്ത കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും, അവരൊരിക്കലും മാറാൻ പോകുന്നില്ല. സോ ആദ്യമേ തന്നെ കാണുമ്പോൾ ഇത് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, എനിക്കൊന്നും എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഇല്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ സൊല്യൂഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓഫ് കോഴ്സ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കധികം വൈകാതെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്